ഹരേ കൃഷ്ണ. ഇടവം രാശി, രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവരാശി. രാശിസ്വാമി ശുക്രൻ. ഇടവൻ രാശിക്കാർക്ക് 2025 മുതൽ 2030 വരെ നിങ്ങളുടെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നുമുള്ള ഫലങ്ങളും എന്തെന്ന് നോക്കാം. 7.5 ശനി ആരംഭിക്കുന്ന കാലഘട്ടം. ഈ 5 വർഷത്തിൽ എന്തെല്ലാം രാശി ഗോചരങ്ങളും അതിൻ്റെ ഫലങ്ങളുമായിരിക്കും കിട്ടുക. വീഡിയോ കാണുക. ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. വ്യാഴത്തിൻ്റെ ഗോചരം നോക്കാം. മെയ് 2025 മുതൽ മെയ് 2026 വരെ രണ്ടാം ഭാവത്തിൽ. രണ്ടാം ഭാവം വാണിയുടെ സംസാരം കൊണ്ട് വരുമാനമുണ്ടാക്കേണ്ട സമയം. ഈ സമയം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന സമയം. ടീച്ചിങ്, കൗൺസിലിംഗ് പോലെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയം. നിങ്ങളിൽ ഒരു മെച്യൂരിറ്റി കിട്ടുന്നതിനും ഈ വ്യാഴം നിങ്ങളെ സഹായിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 10ാം ഭാവത്തിൽ. ഈ സമയം നിലവിലുള്ള ജോലിയേക്കാൾ മെച്ചമായ ഒരു ജോലി കിട്ടുന്നതിനുള്ള സമയമാണ് ഇത്. മാനേജ്മെൻറ്റ് ലെവലിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ല ഒരു പ്രദർശനം ചെയ്യുന്നതിനുള്ള സമയമാണ്. നിങ്ങളിലുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു സമയമായിരിക്കും ഈ സമയം. മെയ് 2026 മുതൽ മെയ് 2027 വരെ വ്യാഴം 3ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നതായിരിക്കും. ഈ സമയം സ്പിരിച്വൽ ഇംപ്രൂവ്മെൻറ്റ്, ആധ്യാത്മികത വളർത്തുന്നതിനുള്ള ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 11ാം ഹൗസിൽ ഉള്ളതുകൊണ്ട് ഫൈനാൻഷ്യൽ ഗ്രോത്തും ഈ സമയം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മുതിർന്ന സഹോദരങ്ങളുമായിട്ട് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ വന്നു ചേരും. ഈ സമയം ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഓൺലൈൻ ജോലി ചെയ്യുന്നവർക്കും ടൂർ ട്രാവൽസിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഡിജിറ്റൽ വർക്ക് ചെയ്യുന്നവർക്കും നല്ല സമയമായിരിക്കും. ഈ സമയം ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുന്നതിനുള്ള ഭാഗ്യവും ഉണ്ടാകും. മെയ് 2027 മുതൽ 2028 വരെ വ്യാഴം 4ാം ഭാവത്തിൽ. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പുരോഗതി. എന്തെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ മാതാവ് അതിൽ നിന്നും ഒക്കെ ഒരു റിക്കവറി ഈ സമയം കിട്ടും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 10ാം ഭാവത്തിൽ. നിങ്ങളുടെ ജോലിയിൽ പ്രമോഷൻ, അതുപോലെ തന്നെ അവാർഡുകൾ